2021 ഓഗസ്റ്റ് 5 അന്നവർ ആ സന്ധ്യ മഴങ്ങിയത് ഏറെ വേദനയോടെയായിരുന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു താരം പെട്ടെന്നൊരു നിമിഷം ബ്ലോഗ്നാറ ജേഴ്സിയിൽ ഇനി അത്ഭുതങ്ങൾ തീർക്കാൻ ഇല്ല എന്നത് അവരെ ഏറെ നിരാശയിലാഴ്ത്തി. എന്നാൽ പിന്നീട് കണ്ടത് ആ ക്ലബിൻ്റെ തകർച്ചകൾ മാത്രമായിരുന്നു. ടിക്കി ടാഗ് കൊണ്ട് മൈതാനങ്ങളെ പുളകം കൊള്ളിച്ചവർ ഗ്രൗണ്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ചെറിയ ടീമിൻ്റെ വരെ ഇരയായി മാറി. ഈ ടീമിനെ ഇനി ആരെ ഏറ്റെടുക്കും? ആർക്കാണ് ബാർസയെ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. പക്ഷേ അത്രക്കും തകർന്നിടിഞ്ഞ ബാഴ്സയ്ക്ക് താങ്ങായി മുന്നോട്ട് വരാൻ ആരും ധൈര്യം കാണിച്ചില്ല. എന്നാൽ അവിടേക്കാണ് പ്രതാപകാലത്ത് ബാർസയുടെ മിഡ്ഫീൽഡ് അടക്കി ഭരിച്ച സാവി ഹെർണാണ്ടസ് കടന്നു വരുന്നത്. ആദ്യമെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ സീസണിൽ ടേബിളിൽ 2ാം സ്ഥാനം ഉറപ്പിച്ച് അടുത്ത സീസണിൽ ലക്ഷ്യം വെച്ച് ഒരു സൈന്യത്തെ തന്നെ അയാൾ പടുത്തുയർത്തു. കൃത്യമായ ട്രെയിനിങ്ങും അച്ചടക്കവും എല്ലാം കൊണ്ട് ബാർസ താരങ്ങളെ അയാൾ നിരന്തരമായി മോട്ടിവേറ്റ് ചെയ്തെടുത്തു. റോബർട്ടോ ലെവൻഡോസ്കി മുതൽ ഇന്ന് ജാവോ ഫെലിക്സ് വരെയുള്ള ഒരു ബ്രഹ്മാണ്ഡ സ്ക്വാഡ് വരെ ബാർസക്കുണ്ട്. അങ്ങനെ വലിയ സൈന്യവുമായി മുന്നോട്ട് സഞ്ചരിച്ച സാവിയുടെ പരിശ്രമത്തിന്റെ ഫലമെന്നോളം ബാർസയുടെ ഉയർത്തെഴുന്നേൽപ്പ് പതിയെ കാണാൻ സാധിച്ചു. പിന്നീട് ലിയണൽ മെസ്സി പോയതിനു ശേഷം ലാലിഗ ടൈറ്റിൽ സ്വന്തമാക്കാൻ ബാർസക്ക് സാധിച്ചു. എന്നാൽ അതെല്ലാം കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം അവരറിഞ്ഞില്ല. ലാലിഗയിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പല ചെറിയ ടീമുകളും 10 മടങ്ങ് ആവേശത്തോടെ കളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ നിമിഷം ബാർസയുടെ കളിരീതി പിറകോട്ടടിച്ചു. സീസണിൽ തുടരെ പരാജയങ്ങളും സാവി ഹെർണാണ്ടസിനെതിരെ ഒരുപാട് വിമർശനങ്ങളും വന്നു തുടങ്ങി. ഒടുവിൽ സൈക്കട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ബാഴ്സലോണക്ക് ഒരിക്കലും ഒരു സർ അലക്സ് ഫെർഗൂസൺ ഉണ്ടാവില്ല. അത്ര നീണ്ട കാലത്തേക്ക് ഒരാൾക്കും അവിടെ തുടരാൻ കഴിയില്ല. അതിന് നിങ്ങൾ അനുവദിക്കില്ല എന്നാണ് പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞത്. ഞാനില്ലെങ്കിലും ബാർസ പഴയതുപോലെ തന്നെയായിരിക്കും. എന്നാൽ ബാർസ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സാക്ഷാൽ ലിയണൽ മെസ്സി പറഞ്ഞ വാക്കുകളാണിത്. ഒരിക്കലുമല്ല. താങ്കളില്ലാത്ത ബാർസ ഒന്നുമല്ല എന്നത് ഇന്ന് ഓരോ ആരാധകൻ മനസ്സിലായി തുടങ്ങി. നിങ്ങളുടെ പടിയിറക്കം മുതൽ ആ പഴയ ബാഴ്സയെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കുകയുമില്ല. ഇവിടെ നിങ്ങൾ ബാക്കിയാക്കി വെച്ച ഓർമ്മകൾക്ക് നന്ദി. തുടർ തോൽവികൾ കൊണ്ട് തകർന്നടിഞ്ഞ ബാർസയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിച്ച സാവി ഹെർണാണ്ടസിനും നന്ദി. നിങ്ങൾ കഴിയുന്നതെല്ലാം ഇവിടം ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇനി ഇവിടം നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന ആശംസയോടെ ഫുട്ട് ആൻഡ് ടൈം.